എന്തിനു മറഞ്ഞു നിന്ന് കഴിക്കണേ? നിങ്ങൾക്ക് തിരിഞ്ഞു കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മുത്തശ്ശിരെക്കാല് കുഞ്ഞിക്കാല്. ചൊത്തിന് ഒരു ചിൽഡ്രൻസ് പാർക്ക് അച്ഛൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അച്ഛനമ്മയും കൂടി പോയി. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഈ ടാങ്കിന്റെ അടിഭാഗം ക്ലീൻ ആയിട്ട് സിമെന്റ് ഇട്ട് തേക്കാൻ അവർ വരുന്നു. ഞാൻ കരുതിയതല്ല. അവർ പൈസ ഒക്കെ വാങ്ങിച്ച പോയ സ്ഥിതിക്ക് പറ്റിക്കുന്നതാണ് ഞാൻ കരുതിയത്. ഓൾമോസ്റ്റ് ക്ലീൻ ആക്കി തേച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത്. ഇനി പെയിന്റിങ് മാത്രമാണ് ഇപ്പം ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. രാവിലെ തൊട്ട് ഇത് നേരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ വിളിക്കുന്നുണ്ട്. അവർ വരുന്നു, ഞാൻ കരുതിയതല്ല. ആവടി എന്ന് പറയണ നമ്മുടെ ഈ നാടുണ്ടല്ലോ, നമ്മുടെ വീടുള്ള ഈ നാട്, ഈ ഏരിയ എന്ന് പറയുന്നത് കാറ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. ഇവിടുത്തെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടായിരിക്കും. നന്നായിട്ട് കാറ്റടിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ചൂടും തണുപ്പൊക്കെ ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ലാത്തൊരു നാട് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളതിൻ്റെ അടുത്ത് പറയണ്ടേ, അവർ സിമെൻറ്റിൻ്റെ പണിക്കാർ വന്ന് അവരത് ചെയ്ത് പോയിന്ന് ഞാനെങ്ങനെ അറിയാം? ഞാനിപ്പോൾ അത് ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞു. ഞാൻ ക്ഷീണം കൊണ്ട് കുറച്ചു നേരം കടന്നു പോയതാണ്. അവര് മുറ്റം പുല്ലും ഇതൊക്കെ ചെത്തി നല്ല അടിപൊളിയാക്കാണ്. അത് ഞാൻ എല്ലാരും വരുന്നതിന് മുമ്പ് വാഗൂട്ടി വേഗം ഇറങ്ങി പോന്നിരിക്കുകയാണ്. എന്നിട്ട് ആയപ്പോ തിരിച്ചങ്ങോട്ട് തന്നെ കൊണ്ടുപോയിട്ട് എല്ലാ കുട്ടികളും ഒപ്പം തിരിച്ചുകൊണ്ടുവന്നു. ഓർമ്മയില്ലേ? ഓർമ്മയില്ലേന്ന് എന്താ ആലോചിക്കണേ? ഞാൻ എന്റെ അടുത്ത് കണ്ടപ്പോ അവിടുന്ന് ഓടി പോന്നിരിക്കുകയാണ്. ആണാ? ശരി ശരി. ആണോ? അത് ജലൂസില്. ഇത് ഗ്യാസിനുള്ളതാണ്. ഇത് വാഗക്കുട്ടിയുടെ ജിരാപ്പ് മരുന്ന്. വാഗക്കുട്ടി പണ്ട് ഇതിന് ചപ്പുമണ്ണ് എന്നാ പറഞ്ഞിരുന്നത്. ചപ്പുമരുന്ന് അത്ര. കാണാനില്ല, എവിടെ കിടക്കണാവോ? കട്ടിന്റെ അടിയിലുണ്ടാവുന്നാവോ? എവിടെയാണാവോ? കാണില്ലല്ലോ. ഒന്നും കാണാനില്ലല്ലോ. അതിന്റെ അടിയിലുണ്ടോ? ഒന്നും കാണാനില്ലല്ലോ. ആന്ന്. ഇവിടുത്തെ പ്രിൻസിന്റെ വീടിന്റെ ഫ്രണ്ടിൽ മൊത്തം കോൺക്രീറ്റ് ഇടാൻ പോവാ. ഫുള്ള് കോൺക്രീറ്റ് ഇട്ടിട്ട് റോഡ് നന്നാക്കാൻ പോവാ. പക്ഷെ നമ്മുടെ ഭാഗത്തേക്ക് കോൺക്രീറ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഈ ഭാഗത്തേക്ക് ഇടുന്നില്ല, അവരുടെ പോർഷനിൽ മാത്രം. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റൽ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. ഞാനതാലോചിക്കണം. ഈ കണ്ട പെയിന്റിങ്, ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ, റോഡ് നന്നാക്കൽ, ഇലക്ട്രിക്കൽ വർക്ക്സ്, ഇതെല്ലാം ചെയ്ത് 2 ലക്ഷം പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഈ സാധനം വിറ്റ് പോണ സമയത്ത് ഇത്രയും വില കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അവരിപ്പോൾ എന്താ ആലോചിക്കുന്നത് വെച്ചാൽ ഈ സംഗതി എങ്ങനെയെങ്കിലും വിറ്റ് പോയാൽ മതി, തലയിൽ നിന്നൊന്നും ഒഴിവാക്കി കിട്ടിയാൽ മതി എന്നാണ് അവർ വിചാരിക്കുന്നത്. അതല്ല ഏതെന്ന് തോന്നണം? അല്ലെങ്കിൽ എങ്ങനെയാണോ? അത് ഇടണത് ഇതുവരെ ഇട്ടാലും പിന്നെ ആവാം. അതുവരെ ഇട്ടിട്ട് എന്താ യൂസ്? കോൺക്രീറ്റ് ചെറുത്തനല്ലേ പറഞ്ഞ കോട്ടൺ ബൗൾ വേണം, ബിന്ദി വേണം. ബിന്ദിയൊക്കെ നാളെ എത്തണില്ലല്ലോ. നാളെ എന്താ ഈ പൊങ്കലിന്റെ പരിപാടി ഉണ്ട്, അതിന് പൊട്ട് വാങ്ങണം. അത് കഴിഞ്ഞതിന് ശേഷം അതിന് പഞ്ഞി വാങ്ങണം. ഇതൊക്കെ വെച്ചിട്ട് എന്താ പരിപാടി എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഈ സാധനങ്ങളൊക്കെ പടെ വാങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാ. അപ്പം അത് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി 1-2 കട കയറി ഇറങ്ങി. അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അവസാനം തിരിച്ചു പോന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു കടയിൽ വന്നു. ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു പോന്നു.
ഇറച്ചി 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 ഇറച്ചിന്ന് ഇറച്ചിയെങ്കിലും ഇല്ലേ? ഇറച്ചിക്ക് അത്ര ഇതില്ല. ഇറച്ചി കൊണ്ട് അത്ര താല്പര്യമില്ലേക്ക്. ഇവിടെ അല്ല ഒരു സിമിലാരിറ്റി ഇല്ലാത്ത ഒരേ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നോൺ വെജിൽ ഇയാൾക്ക് മീനാണ് ഇഷ്ടം, എനിക്ക് ചിക്കനാണ് ഇഷ്ടം. എല്ലാവർക്കും ഒരേപോലെ ആവുന്നല്ലോ. ഒരാഴ്ച മീൻ വാങ്ങിക്കാം, ഒരാഴ്ച ഇറച്ചി വാങ്ങിക്കാം. ഏതിനാണ് ഇറച്ചി എന്ന് വെച്ചാൽ വെറുതെ ആസ് യൂഷ്വൽ ഇയാൾ തന്നെ ഉപ്പേരി ഉണ്ടാക്കുവോ? ഞാൻ നാളെ ഉണ്ടായിക്കോളാം. എന്തേ? അല്ല എന്താ കുഴപ്പമില്ല. ഞാൻ വല്ല പച്ചക്കറി മേടിച്ചാ കൂട്ടാൻ ഞാൻ വെച്ചോളാം, കറി ഞാൻ വെച്ചോളാം, ഇയാൾ ഉപ്പേരി വെച്ചാൽ മതി. ആ ഇതെന്താ ബോബന് മോളിലെ പട്ടീനെ പോലെ എല്ലാ ഫ്രെയിമിനകത്ത് വരുന്നുണ്ടല്ലോ കുഞ്ഞാവ. ഈ ബോബന് മോളിലൊരു പട്ടി ഉണ്ടാവുമല്ലോ. പച്ചപ്പയർ വെള്ളത്തിലിട്ടിട്ടേ ഉള്ളൂ, അരച്ചിട്ടില്ല. അരക്കണം, വെള്ളത്തിലിട്ടിട്ടേ ഉള്ളൂ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. എന്താ വില എൻ്റെ അമ്മേ. ആ അരിനെക്കാട്ട് ഇത് പരിക്ക് പകരം മൊത്തം ഇവിടെ ചെറുപയറാണ്. ചെറുപയറ്, അതുപോലെ കടല. ആ ആ കൊതിയ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, കിട്ടിയോ? ആ മുത്തശ്ശിക്ക് കിട്ടി തോന്നുന്നുണ്ട്. ആ കിട്ടി കിട്ടി. ഇനി വാവ നോക്ക്, വാവയും പിടിച്ചോ. ആ ചൊത്തനൊന്നിനെ പിടിക്ക്, ഇനി ഉണ്ടല്ലോ. വെളുത്തുള്ളിയുടെ പിക്കിള് അതെങ്കിലും വാങ്ങിക്കായിരുന്നു. വെളുത്തുള്ളി പിക്കിള് നമ്മൾ ഇട്ടാ നന്നാവോ? നെല്ലിക്കയോ വെളുത്തുള്ളിയോ? നമുക്ക് നെല്ലിക്കയോ വെളുത്തുള്ളി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ഇട്ടാലോ? ഒന്നുമില്ല. വെള്ളിക്കിഴങ്ങും മുട്ടയും. ഇതാണോ അയാളുടെ ഡിന്നർ? ഇയാള് ഡിന്നർ കഴിക്കാൻ തുടങ്ങിയില്ലേ? ദോശ ഉണ്ടാക്കട്ടെ എന്നാ ഞാന്. ഓക്കേ. പിന്നെ വന്നല്ലേ ബോബനും മോളിച്ച ആ സാധനം ഉണ്ടല്ലോ, മുട്ട ഇയാള് കൊടുത്തയച്ച സാധനം അതുപോലെ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഈ മുതല്. ഇല്ല, എന്താ വെച്ചപ്പോ പറയാ ഞാനൊക്കെ ഇഷ്ടായില്ല, മതിയായി. അപ്പൊ ആരാ ഉയരം കൂടുതൽ? വേഗം പറ. മുത്തശ്ശിയാണോ നാനാണോ? ഓ കാല് വലുതായിരിക്കണു. ഓ ഓ ഓ ഓ ഓ ഓ കുഞ്ഞിക്കാല് വലിയ കാലായിരിക്കണു. കുപ്പായം കൂടി ഇറങ്ങണില്ല, കുപ്പൊക്കെ കാണുന്നുണ്ടല്ലോ. മുത്തശ്ശിയുടെ കാല് കുഞ്ഞിക്കാല്. ആ അത്രേ ഉള്ളൂ. എന്താ കൈ കാട്ടണൊക്കെ. ചൊത്തിന് ഒരു ചിൽഡ്രൻസ് പാർക്ക് അച്ഛൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അച്ഛനമ്മയും കൂടി പോയി. ഊഞ്ഞാലാടില്ലേ? ആ ഞങ്ങള് കണ്ടുപിടിച്ചു. ഭാവിക്ക് പോണ്ടേ? ആവട്ടെ, ഇപ്പൊ തന്നെ തുറന്നങ്ങനെ ആയിട്ടുണ്ടോ? ആ വാവ കഴിച്ചോ? ആയത് കഴിച്ചോ? ആപ്പിൾ ഉണ്ടല്ലോ അച്ഛൻ മുറിച്ച് വെച്ചിട്ട്. ഇതാ ഇതെടുത്ത് കഴിച്ചോളൂ. കുറച്ച് മുട്ടയും കഴിച്ചോ. എന്തിനു മറഞ്ഞു നിന്ന് കഴിക്കണേ? എന്തൊക്കെ തിരിഞ്ഞിന്ന് കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ അതാ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബായ്. ഒരു ബായ് പറ.